പ്രൈസ് ദി ലോർഡ്. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും നശിച്ചു പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണമെന്ന ആഗ്രഹവുമായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. അവൻ നമ്മെ സ്വീകരിക്കുവാനായിട്ട് ഇരു കരങ്ങളും നീട്ടി ഒരു നല്ല പിതാവിനെ പോലെ കാത്ത് നിൽക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഭയമാണ്. തെറ്റുകളൊക്കെ ചെയ്ത് നാം പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഉള്ളിലൊരു ഭയമുണ്ട്, എൻ്റെ ദൈവം എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പ്രിയമുള്ളവരെ, മാനസാന്തരത്തോടെ അനുതാപത്തിൻ്റെ ആ ഒരു അനുഭവത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് മനസ്സൊന്ന് ആഗ്രഹിച്ചാൽ, ആ ധൂർത്തപുത്രനെ പോലെ സുബോധം വന്നിട്ട് തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാനായിട്ട് അവൻ ആഗ്രഹിച്ചതുപോലെ നമുക്കും ആ ദൈവസന്നിധിയിലേക്കൊന്ന് തിരിച്ചു ചെല്ലാം. അപ്പോൾ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഓടി വന്ന് അപ്പനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ നമുക്കും ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. ഇന്നും അപ്പൻ്റെ ഭവനം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതെ, ആ അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവമക്കളാകുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള കോപങ്ങളൊക്കെ നീങ്ങിപ്പോവുകയാണ്. കരച്ചിലിൻ്റെ സമയങ്ങളൊക്കെ സന്ധ്യാസമയം വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഉഷസ്സിലോ ആനന്ദഘോഷങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ദൈവക്രോധത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ദൈവമക്കളായിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരികെ ചെല്ലാം. അതിനുവേണ്ടിയായിരിക്കട്ടെ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ആ ദൈവം നമ്മെ സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഭാരത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രയാസം ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അനുതാപത്തോടെ അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഈ പുതിയ ദിനം അതിനുള്ള ഒരു ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.